കൊഴിഞ്ഞ കാറ്റ് തഴുകിയൊരു നീളമേറിയ വനാന്തരത്തിൽ നമുക്ക് ഇന്ന് ഒരുപാട് കാലമായി മറവിയിൽ മറഞ്ഞുകിടക്കുന്ന ഒരു അത്ഭുതത്തിന്റെ കഥ പറയാം. ഈ കഥ സത്യവും കളിപ്പും തമ്മിൽ നിന്നുള്ള ഒരു അതിശയകരമായ സഞ്ചാരമാണ്. പോളണ്ടിലെ ക്രൂക്കഡ് ഫോറസ്റ്റ്, അതായത് വക്രമായ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കാടിന്റെ കഥ. ഇത് ഒരു സാധാരണ കാടല്ല. ഇവിടെ വളർന്ന 400-ലധികം പൈൻമരങ്ങൾ അതേസമയം അതേ രീതിയിൽ ഒരു അന്യമായ ഭംഗിയോടെ അത്ഭുതകരമായി വളർന്നിരിക്കുന്നു. ഓരോ മരവും തോളിനകത്തായി വളർന്നു പിന്നീട് വളഞ്ഞു പോയിരിക്കുന്നു, അതും തികച്ചും കൃത്യതയോടെ വടക്ക് ദിശയിലേക്ക്. സ്വാഭാവികമായി വളരുന്ന ഒരു മരത്തിന്റെ രൂപമോ സ്വഭാവമോ ഇതല്ല, പാരിസ്ഥിതികമോ പ്രകൃതിദത്തമോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമോ. ഇതാ അതിനെ ചൊല്ലിയുള്ള ദുരൂഹതയുടെ തുടക്കം. 1930കളിലാണ് ഈ മരങ്ങൾ നട്ടത്. അന്ന് ജർമ്മൻ നിയന്ത്രണത്തിൽ ആയിരുന്ന പോളണ്ടിന്റെ ഗ്രിഫിനോ എന്ന സ്ഥലത്താണ് ഈ കാട്. എങ്കിലും അതേ കാലഘട്ടത്തിൽ പോളണ്ടിൽ ഉണ്ടായിരുന്ന ചരിത്രപരമായ അനിശ്ചിതത്വങ്ങൾ കാരണം ഈ കാടിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം പോലും ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട്. നാം ചിന്തിക്കേണ്ടതുണ്ട്, ഒരേ രൂപത്തിൽ 400-ലധികം മരങ്ങൾ വളരുക സ്വാഭാവികമാണോ? അതും മനുഷ്യനിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും അകന്ന ഒരു പ്രകൃതി സൃഷ്ടിയാകുമോ അതേന്ത്? ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. ഓരോ സിദ്ധാന്തവും തികച്ചും വ്യത്യസ്തവും ഒരേ സമയം അതിശയകരവുമാണ്. ചിലർ പറയുന്നു ഈ മരങ്ങളെ ഉദ്ദേശപൂർവം അതിജീവന രീതിയിൽ വളർത്തിയതാണെന്ന്. തടി വളയുന്ന തൊഴിലാളികൾ, അതായത് കപ്പലുകൾക്കും ഫർണിച്ചറുകൾക്കും വേണ്ടിയുള്ള ഘടകങ്ങൾ ഉണ്ടാക്കാനായി ഇങ്ങനെയൊരു വളവ് നൽകിയാണ് വളർത്തിയതെന്ന്. എന്നാൽ അതിനുള്ള തെളിവുകൾ ഇല്ല. ഫാക്ടറികളുടെ രേഖകളോ തൊഴിലാളികളുടെ രേഖകളോ ഒന്നുമില്ല. മറ്റൊരു അഭിപ്രായമുണ്ട്. 2000 കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഭീകരമായ ടാങ്കുകൾ അല്ലെങ്കിൽ സൈനിക ഉപകരണങ്ങൾ ഈ മരങ്ങൾ തല്ലിച്ചു വളഞ്ഞതാണെന്ന്. പക്ഷേ ഓരോ മരവും ഒരേ രീതിയിൽ ഒരേ ദിശയിലായി വളയുന്നത് എങ്ങനെയാണ് യുദ്ധത്തിൽ സംഭവിക്കുക? അടുത്ത ആശയം കൂടുതൽ അസാധാരണമാണ്. ചിലർ പറയുന്നത് ഇവിടെ കയറിയ ഏതോ പ്രകൃത്യാതീത ശക്തിയാലാണ് ഈ വളവ് സംഭവിച്ചത്. ചിലർ ആണവ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഭൗമാന്തര കാന്തിക പാതകളെ ഇഴഹോദയാഥം അസവേദ് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അതിനുള്ള ശാസ്ത്രീയ തെളിവുകൾ. അപ്പോൾ ചോദിക്കാം, എങ്കിൽ മനുഷ്യരുടെ മനസ്സിലെ ഗൂഢാലോചനകളെ ആധാരമാക്കി മാത്രമോ നാം ഇങ്ങനെ വിശ്വസിക്കുന്നത്? ഒരു ദിവസം ഒരു പ്രാദേശിക കർഷകൻ താൻ ബാല്യത്തിൽ ഈ മരങ്ങൾ വളരുന്നത് കണ്ടതായി പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഒരു നിസ്സാരത. അവ വലിയ ശീതകാലങ്ങളിൽ തല്ലിക്കൊടുക്കപ്പെട്ടതാകാം. അപ്പോഴാണ് അവ വളഞ്ഞത്. എന്നാൽ ശീതകാലം മാത്രമോ അങ്ങനെ നൂറുകണക്കിന് മരങ്ങളിൽ ഒരേ രീതിയിൽ വളവ് സൃഷ്ടിക്കുമോ? നാം അതിശയത്തോടെ നോക്കേണ്ടതുണ്ട്. ഈ മരങ്ങൾ ഭൂമിയിൽ നിന്ന് ഏകദേശം 10-15 ഫീറ്റ് ഉയരത്തിൽ വരെ വളഞ്ഞതിനു ശേഷം നേരേക്ക് ഉയരുന്നു. അതായത് ഇവയുടെ വളവ് ഒരു ഘട്ടത്തിൽ മാത്രം. അങ്ങനെ വേണം എങ്കിൽ അവ വളർന്നതിന്റെ ഇടയിൽ ആരോ കൃത്യമായി ഇടപെട്ടിരിക്കണം. അതോ ഇവ ഒരു കലയായി വളർത്തപ്പെട്ടതാണോ? മറ്റൊരു അനൗദ്യോഗിക സിദ്ധാന്തം പറയുന്നത് ഇവ പോളിഷ് തദ്ദേശവാസികളുടെ രഹസ്യ കൂട്ടായ്മയുടെ ഭാഗമായി വളർത്തിയതാണെന്ന്. ക്രൂക്കഡ് ഫോറസ്റ്റ് എന്നത് ഒരേ സമയം ഒരു പ്രകൃതിദൃശ്യവും രഹസ്യത്തിന്റെ വാതിലുമാണ്. ഇവിടെ അരികെ വന്ന് നിൽക്കുന്നവർ പലപ്പോഴും ഒരു അപൂർവമായ ശാന്തതയെ അനുഭവിക്കുന്നതായും പറയുന്നു. പക്ഷേ അതൊരു മാനസിക ആവിഷ്കാരമാണോ അതോ അന്തരീക്ഷത്തിൽ നിന്നുള്ള അദൃശ്യ ചാലനമോ? നാം പുഴയിലൂടെ സുന്ദരമായൊരു യാത്ര ചെയ്യും പോലെ ഈ കാട്ടിലൂടെ പോയാൽ നമ്മളെ അറിയാതെ തന്നെ ഓരോ മരത്തിന്റെയും രൂപം മനസ്സിൽ കുറിക്കാൻ തുടങ്ങും. അവിടെ നമുക്ക് തോന്നും ഇത് കെട്ടിയൊരു പുരാതന സംഗീതം പോലെയാണ്. ഓരോ വളവും ഓരോ താളവും പോലെ. ഇവക്ക് ഒരു കാലത്ത് ഒരാളെഴുത്തുകാരൻ പറയുമോ എന്നതാണ്. ഇവ കാഴ്ചയ്ക്കുള്ള കവിതയാണ്. എന്തായാലും ഇന്ന് വരെ അതിന്റെ യഥാർത്ഥ കാരണം അജ്ഞാതമാണ്. പോളണ്ട് സർക്കാരോ പ്രകൃതിശാസ്ത്രജ്ഞരോ ആരും ഇതിന്റെ അന്തിമ കാരണം പറയാൻ സാധിച്ചിട്ടില്ല. ഇവിടെ എത്തുന്ന പര്യടകരും ഫോട്ടോഗ്രാഫർമാരും ഓരോരുത്തരും അവരുടെ ആത്മാവിൽ ഒരു രഹസ്യകവിതയുമായി തിരികെ പോവാറുണ്ട്. അവസാനം നമുക്ക് ഓരോ ചിന്തയിലും ഓരോ കുനിഞ്ഞ മരത്തിന്റെ രൂപം കാണാം. എത്ര തവണ ആലോചിച്ചാലും ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല. ക്രൂക്കഡ് ഫോറസ്റ്റ് നമ്മുടെ ചോദ്യങ്ങളോട് ചെറുത്തു നിൽക്കുന്ന ഒരു പ്രകൃതി രഹസ്യമാണ്. അതിന്റെ ഭംഗിയും അതിന്റെ മഹത്വവും അതേ ചോദ്യത്തിൽ തന്നെയാണ്. എന്തുകൊണ്ട് ഇവ ഇങ്ങനെ വളർന്നു? മറുപടി ഒരിക്കലും അറിയപ്പെടില്ലെങ്കിലും അതിന്റെ ഉള്ളിലേക്കുള്ള യാത്ര ഒരിക്കലും വെറുതെയാവില്ല. ഈ കഥ ഇഷ്ടപ്പെട്ടു എന്നും രഹസ്യങ്ങളും അതിശയങ്ങളുമായി വരുന്ന ഈ പരിപാടികൾ തുടരണമെന്നുമെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തരൂ.